കരൂരിൽ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഹൃദയഭേദകമായ കാഴ്ചകളാണ്. ആശുപത്രിയിൽ കുട്ടികളെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് എത്തുന്ന ആ ജീവന് വേണ്ടി കേഴുന്ന മാതാപിതാക്കളൊക്കെയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു ഹൃദയഭേദകമായ കാഴ്ചയാണിത്. രണ്ടോ മൂന്നോ വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വാരിയെടുത്ത അച്ഛൻ ആശുപത്രിയിലേക്ക് എത്തിയതാണ്. ജീവനറ്റ ആ കുഞ്ഞിന്റെ ശരീരം കയ്യിൽ പിടിച്ച് ഹൃദയം പൊട്ടി കരയുകയാണ് ആ പിതാവ്. ആർക്കും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ സാധിക്കില്ല. കാരണം പൊലിഞ്ഞത് അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ ജീവനാണ്. കരൂരിലെ ആശുപത്രിയിൽ നിന്നുള്ള സങ്കട കാഴ്ചകളാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. അരുൺ ആലത്തൂരാണ് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അരുൺ ആലത്തൂരിലേക്ക് പോവുകയാണ്. അരുൺ, ഹൃദയഭേദകമായ കാഴ്ചകളാണ്. നമ്മൾ ആശുപത്രിയിലെ രംഗങ്ങൾ കാണുകയായിരുന്നു. തൻ്റെ ജീവനറ്റ കുഞ്ഞിൻ്റെ ശരീരം വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് പോകുന്ന പിതാവ്. ആർക്കും ആശ്വസിപ്പിക്കാൻ സാധിക്കാത്ത, ആർക്കും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത രംഗങ്ങൾ. ഹൃദയഭേദകമായ കാഴ്ചകൾ തന്നെയാണല്ലേ അരുൺ നമുക്ക് പകർത്താനുള്ളത്? രാഖി, തീർച്ചയായിട്ടും വളരെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന കാഴ്ചകളാണ് കരൂരിൽ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകൾ അവർക്ക് ശ്വാസം ലഭിക്കാതെ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്ന ഒരു സ്ഥിതി. രാജ്യത്ത് ഇതിനു മുമ്പെങ്ങും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ ഇത്രയേറെ ജനങ്ങൾ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി കാണില്ല. അത്തരത്തിലൊരു കാര്യമാണ് കരൂരിൽ ഉണ്ടായത്. ഇന്നലെ വൈകിട്ടൊരു 7:30 ഇവിടെ അത്രയേറെ വലിയ ഒരു തിരക്ക് ഉണ്ടായത്. തമിഴ് നടനും രാഷ്ട്രീയ പ്രവർത്തകൻ TVK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ വിജയ് പങ്കെടുക്കുന്ന സംസ്ഥാന പര്യടനം സെപ്റ്റംബർ 13 ആരംഭിച്ചതാണ്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച ആ പര്യടനം ഇന്നലെ ആദ്യം നാമക്കല്ലിലായിരുന്നു. അതിനുശേഷം ഈ കരൂരിൽ. നാമക്കല്ലിൽ പരിപാടി പറഞ്ഞിരുന്നത് രാവിലെയാണ്, കരൂരിൽ പറഞ്ഞിരുന്നത് ഉച്ചയ്ക്കാണ്. പക്ഷേ വിജയ് 6 മണിക്കൂറോളം വൈകി ഉച്ചയ്ക്കാണ് നാമക്കല്ലിൽ എത്തിയത്. അതിനുശേഷം വൈകുന്നേരം ഒരു 6:40 ഈ കരൂരിലേക്ക് എത്തുന്നത്. തുടർന്ന് വിജയുടെ വാഹനം തന്നെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തേക്ക് എത്തുന്നതിന് വേണ്ടി 1 മണിക്കൂർ സമയമെടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ ദൃക്സാക്ഷികളായ ആളുകൾ പറയുന്നത്. അങ്ങനെ വിജയ് എത്തി എല്ലാം ഒന്ന് ക്ലിയറൻസ് ലഭിച്ച് പ്രസംഗിച്ച് തുടങ്ങിയപ്പോഴേക്കും തന്നെ 3 ആളുകൾക്ക് ജീവൻ നഷ്ടമായിരുന്നു തിക്കിലും തിരക്കിലും പെട്ട്. ഇത് മനസ്സിലാക്കി അവിടെ മതിയായ വെള്ളമോ മറ്റ് സൗകര്യങ്ങളോ ആംബുലൻസിന് കടന്നു പോകാവുന്ന തരത്തിൽ വഴിയോ ഒന്നും ഒരുക്കിയിരുന്നില്ല. തുടർന്ന് വിജയുടെ വാഹനത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ ബോട്ടിലുകൾ എടുത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് എറിഞ്ഞു. ആ ബോട്ടിൽ പിടിക്കാൻ പോയി അത് വീണ്ടും കൂടുതൽ തിരക്കിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. തുടർന്നാണ് ഈ തിക്കിലും തിരക്കിലും ഇവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായ തെളിവുകളാണ്. നടൻ വിജയും ഒപ്പമുള്ള ബൗൺസർമാരും അവിടെ നിന്നുള്ള കുപ്പി വെള്ളം എടുത്ത് ജനങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. കോടതിയുടെ കൃത്യമായ മാർഗനിർദ്ദേശം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വെള്ളവും മറ്റും ജനങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാൻ പാടില്ല, കാരണം അത് തിക്കിനും തിരക്കിനും കാരണമാകും. എന്നാൽ ആ കോടതി നിർദ്ദേശങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് നടത്തിയ ഒരു ഇടപെടലാണ് ഇത്രയും വലിയ ദുരന്തത്തിന് കാരണമായത് എന്നുള്ളതാണ്. അരുൺ, അതോടൊപ്പം തന്നെ നമുക്കറിയാം പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട് അന്ന് തിയേറ്ററിൽ തിക്കും തിരക്കും ഉണ്ടായപ്പോൾ ഒരു സ്ത്രീ മരിച്ചിരുന്നു. പിന്നീട് നടൻ അല്ലു അർജുനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു. അറസ്റ്റ് അടക്കം ഉണ്ടായതാണ്. ഇത്രയും വലിയൊരു ദുരന്തം വരുത്തി വയ്ക്കുമ്പോൾ നടൻ വിജയുടെ അറസ്റ്റ് അനിവാര്യതയായി മാറുകയല്ലേ അരുൺ? തീർച്ചയായിട്ടും വിജയുടെ അറസ്റ്റ് വേണമെന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ശക്തമാവുന്നുണ്ട്. DMK ഉൾപ്പെടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ വിജയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യവുമായിട്ട് ഇതിനോടകം തന്നെ രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതേസമയം തന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്നുള്ളത് പോലീസിൻ്റെ വീഴ്ച സംബന്ധിച്ചുള്ള അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യവും ശക്തമാവുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു കൺജസ്റ്റഡായ ഭാഗത്ത് എങ്ങനെയാണ് പോലീസ് ഈ ഒരു പരിപാടിക്ക് അനുമതി നൽകിയത്? അതിനുശേഷം സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി
ഒരു പോലീസുകാരും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇപ്പോൾ ഇവിടെയൊക്കെ സന്ദർശിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ എത്തിയിട്ടുള്ള ആളുകൾ അവരാരും ഇന്നലെ ഈ അപകടം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ നടപടി വേണമെന്നൊരു ആവശ്യം ശക്തമാവുന്ന സ്ഥിതിയുണ്ട്.